ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നും ഇന്നലെയുമായിട്ട് ഒരു 2 ദിവസമായിട്ടുണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയ 3 ദിവസമായിട്ടുണ്ടാവും. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മൾ റീമിക്സ് ചെയ്യുന്ന പലരുടെയും വീഡിയോസ് മ്യൂട്ടാക്കിയെന്നും അതിനുശേഷം അത് അൺലിസ്റ്റഡ് ആക്കിയെന്നും പറഞ്ഞാൽ നമുക്ക് മെയിൽ കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ മെയിൽ എനിക്ക് 1 വന്ന് 2 വന്ന് 3 വന്ന് അങ്ങനെ എൻ്റെ 10 വീഡിയോസ് മ്യൂട്ടും അൺലിസ്റ്റഡും ആക്കിയെന്നും പറഞ്ഞിട്ട് എനിക്ക് 10 മെയിൽ വന്നായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ഡൗട്ട് ചോദിച്ചു. ഇങ്ങനെ നമുക്കറിയാവുന്നവർ കേട്ടോ, കുറേ പേര് ഡൗട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് റീസൺ. നമുക്ക് കാരണം വെച്ചാൽ നമ്മുടെ അത് അൺലിസ്റ്റഡ് ആക്കും, നമ്മുടെ വ്യൂ നഷ്ടപ്പെടുവാണ്, നമ്മുടെ വ്യൂസും നഷ്ടപ്പെടുവാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊക്കെ വെറുതെ ആയോ, എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞ് കുറേ പേര്, എനിക്കറിയാവുന്ന എൻ്റെ കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്താണ് കേട്ടോ. റീമിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം യൂട്യൂബിൽ അലൗഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഇഷ്യൂ ഉണ്ടാകുന്നൊന്നുമല്ല, ഇത്രയും കാലം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ 10 വീഡിയോ കണ്ടിന്യൂസ് പോയതുകൊണ്ടുകൂടി തന്നെ ഞാൻ നമുക്ക് യൂട്യൂബായിട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ. അങ്ങനെ യൂട്യൂബായിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഇൻഫർമേഷൻ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു നിങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വല്ല എറർ ഉണ്ടായതാണോ, എന്തെങ്കിലും റീസൺ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നോർമലി റീമിക്സ് എന്ന് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസിൻ്റെ സൗണ്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയില്ലേ, അതാണ് റീമിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ആരുടെയാണോ വീഡിയോ എടുക്കുന്നത്, ഏത് ക്രിയേറ്ററുടെ വീഡിയോ ആണോ എടുക്കുന്നത്, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ കാണുമല്ലോ, ആ ആൾ അയാളുടെ വീഡിയോയിൽ എന്തെങ്കിലും അതിൻ്റെ സൗണ്ടിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ വീഡിയോയിലും അത് അഫക്റ്റ് ചെയ്ത് അവരവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇവിടുത്തെ വീഡിയോയുടെ സൗണ്ടും പോയി. അപ്പോൾ പിന്നെ അത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട്, ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് അത് മ്യൂട്ടും അൺലിസ്റ്റഡും ആയി പോകുന്നതാണ്. കാരണം ഒറിജിനലിൽ നിന്നും അതിൻ്റെ ഓഡിയോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒറിജിനലിൽ നിന്ന് അവർ അതിൻ്റെ ഓഡിയോ കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. നോർമലി അതാണ്, അതല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ഇതും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് വല്ലതും വന്നപ്പോൾ ഒരു പക്ഷേ മേ ബി അയാൾ അത് ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഡിലീറ്റ് ചെയ്യുകയോ വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് പോവുകയും നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ മിനിമം ഒരു വീഡിയോ എങ്കിലും മ്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ചിലവരുടെ 3 വീഡിയോ മ്യൂട്ടായി എന്ന് പറഞ്ഞു, എൻ്റെ 10 വീഡിയോ മ്യൂട്ടായി, ചിലവരുടെ ഒരു 6 മ്യൂട്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് റീസൺ. അതായത് ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ ക്രിയേറ്റർ, ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത ആ ഓഡിയോയുടെ ഉടമ എന്ത് ചെയ്തു, അയാളുടെ വീഡിയോയിൽ നിന്നും ആ സൗണ്ട് ഒന്നുകിൽ കളഞ്ഞു, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും വന്നുകൊണ്ട് അവിടെ ഒറിജിനൽ ക്രിയേറ്റർ അതിൻ്റെ ഓഡിയോ പിൻവലിച്ചു അല്ലെ ഡിലീറ്റ് ചെയ്തു. സ്വാഭാവികമായി നമ്മുടെ ഇവിടുന്ന് പോയി. പക്ഷെ അവിടെ ഉള്ളൊരു സംഭവം നമുക്ക് അതിന് കിട്ടിയ വ്യൂസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. എന്തെങ്കിലും എറർ ആണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാനും ഒന്ന് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിലവിൽ ഇതാണ് റീസൺ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാവാം, ഒറിജിനൽ ക്രിയേറ്ററുടെ ഓഡിയോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടതായിരിക്കാം എന്നാണ് അവിടെ പറഞ്ഞത്. പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്ക് കൂടുതൽ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അപ്പം ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് റീസൺ എന്നുള്ളത്. നോർമലി നമ്മുടെ ഒരു വീഡിയോക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നു, പക്ഷേ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും ഇങ്ങനെ സംഭവിക്കും. അത് പോയത് ഒരു വീഡിയോ അല്ല, കുറേ വീഡിയോസ് ഇങ്ങനെ മ്യൂട്ട് അൺലിസ്റ്റഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരും ചാടിക്കറി ഡിലീറ്റ് ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാം, പക്ഷേ സെയിം ഓഡിയോ സൗണ്ട് ട്രാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മൾ കോമഡി ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇടാൻ, കാരണം നമുക്ക് സെയിം ഓഡിയോ പിന്നെ ഇല്ല, അതുകൊണ്ട് നമുക്കത് ഇടാൻ പറ്റത്തില്ല. അതാണ് അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. മോണി അഫക്റ്റ് ചെയ്യിച്ചു, ഓൾറെഡി മോണി ആയ ആൾക്ക് വ്യൂസ് നഷ്ടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുകയും ചോദിച്ചപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ ഒന്നും ക്യാൻസൽ ആവുകയില്ല. ഈ ഗൈഡ് ലൈൻസിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഒന്നും ക്യാൻസൽ ആകുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയാനാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ എനിക്ക് കമൻറ്റിൽ കൂടെ അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തിടുവാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്താട്ടോ. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.